ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു Minuzworld. ഇന്ന് നമുക്ക് മുട്ടയൊന്ന് പൊരിച്ച് നോക്കിയാലോ. നമ്മൾ സാധാരണ രീതിയിലല്ല മുട്ട പൊരിക്കലൊന്നല്ല, ഒരു വെറൈറ്റി മുട്ട പൊരിക്കൽ. ഇത് മലപ്പുറത്തൊന്നും കാണാത്തൊരു മുട്ട പൊരിക്കലാണ്. അപ്പോൾ വീഡിയോ കണ്ടു നോക്കാം. അതിന് നമുക്ക് വേണ്ടത് ആവശ്യമുള്ള മുട്ടയാണ്. എത്ര ആൾക്കാണോ മുട്ട വേണ്ടത് അതിനനുസരിച്ചിട്ട് എടുക്കാം. ഞാനിപ്പോൾ ഇവിടെ 5 മുട്ട എടുത്തിട്ടുണ്ട്. ഇത് ശരിക്കും മലപ്പുറത്തെ റെസിപ്പിയൊന്നും അല്ല കേട്ടോ, കണ്ണൂരുകാരുടെ ഒഴിച്ചുകൂടാനാവാത്ത ഒരു റെസിപ്പിയാണ്, പ്രത്യേകിച്ച് ഇഫ്താറിന്. ഇനി നമുക്കിതൊന്ന് തിളപ്പിച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ട് നമുക്കൊരു നുള്ളു ഉപ്പിട്ട് കൊടുക്കാം. ഒരു 1/2 ടീസ്പൂൺ ഇട്ടിട്ടുണ്ട്. എന്നിട്ട് നമുക്കിത് വേവിച്ചെടുക്കാം. ഒരു 12 മിനിറ്റ് ആകുമ്പോഴേക്കും ഏകദേശം നമ്മുടെ മുട്ടയൊക്കെ വെന്ത് കിട്ടും കേട്ടോ. എന്നിട്ട് ആ ചൂടുവെള്ളം മാറ്റിയിട്ട് അതിലേക്ക് കുറച്ച് തണുത്ത വെള്ളം ഒഴിച്ച് കൊടുക്കണം. ഇങ്ങനെ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ മുട്ട പൊളിക്കുന്ന സമയത്ത് ഡയറക്റ്റ് തൊലി ഇങ്ങനെ പൊളിഞ്ഞു പോരും. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ തണുത്ത വെള്ളമൊക്കെ ഒന്ന് ഒഴിച്ച് കൊടുക്കുന്നത്. ഇങ്ങനത്തെ രീതിയിൽ മുട്ട ഉണ്ടാക്കി കഴിഞ്ഞാൽ ഒരു വെറൈറ്റി ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. ഇനി നമ്മളിതൊരു മസാല തേക്കുന്നുണ്ട്. അതിന് മുമ്പായിട്ട് മസാല പിടിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ മുട്ട ഉണ്ടല്ലോ, അതാ ഇങ്ങനെ ഒന്ന് വരഞ്ഞു കൊടുക്കുക. പൊട്ടിപ്പോവാതെ വേണം വരഞ്ഞു കൊടുക്കാൻ. ചെറിയ നൈഫൊക്കെ വെച്ചിട്ട് ചെയ്യാൻ ശ്രമിക്കുക കേട്ടോ, വല്ലാതെ ആഴത്തിലാക്കാതെ ഒന്ന് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്കിത് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പാനിലേക്ക് വെളിച്ചെണ്ണയാണ് ഒഴിച്ച് കൊടുക്കേണ്ടത്. ഇനി അതിലേക്ക് ഒരു 2 വെളുത്തുള്ളി ചെറുതാക്കി അരിഞ്ഞത് ഇതുപോലെ ഇട്ട് കൊടുക്കാം. ഇനി 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിനുള്ള ഉപ്പ്, പിന്നെ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ കുരുമുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കാം. കുരുമുളക് പൊടി ഇട്ട് കഴിഞ്ഞാൽ വേറൊരു ഫ്ലേവറാണ്. ഇനി നല്ലോണം ഒന്ന് ചെറിയ ഫ്ലെയിമിലിട്ടിട്ട് വേണം കേട്ടോ ഇതൊന്ന് മിക്സാക്കി എടുക്കാൻ. ഇനി നമുക്ക് കുറച്ച് കറിവേപ്പില കൂടി ഇട്ടിട്ട് നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കാം. ഇത് പ്രത്യേകം ശ്രദ്ധിക്കണം, നമ്മൾ ഹൈ ഫ്ലെയിമിലൊന്നും ഒട്ടും ചെയ്യരുത്, നല്ല ലോ ഫ്ലെയിമിലാണ് ഇട്ടിട്ട് ചെയ്യേണ്ടത്. ഇനി നമ്മൾ വരഞ്ഞ് വെച്ചിട്ടുള്ള മുട്ട ഇതിലേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ. എന്നിട്ട് നമ്മൾ ആ മസാലയൊക്കെ ഒന്ന് നല്ലോണം ഇങ്ങനെ മിക്സാക്കിയിട്ട് യോജിപ്പിച്ചെടുക്കുക. ഇത് കണ്ടോ, മുട്ടയൊക്കെ കവർ ചെയ്ത് വന്നിട്ടുണ്ട്. ഇപ്പോൾ കുറച്ചൊരു ശകലം തീ കൂട്ടി കൊടുക്കാം. എന്നിട്ട് ഇത് ഫ്രൈ ആയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇനി നമുക്കിതൊന്ന് അടച്ചു വെക്കണം. അടച്ചു വെച്ചിട്ട് നമുക്ക് ഒന്നും കൂടെ ഈ മസാല ഒന്ന് മിക്സാക്കി എടുക്കണം. ഇതുപോലെ ചെയ്യുമ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബാക്കിയുള്ള മസാലകളൊക്കെ ഉണ്ടല്ലോ നല്ലോണം അതിൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ പിടിക്കും. ഒരു വേറെ ടേസ്റ്റ് തന്നെയാണ് കേട്ടോ ഇങ്ങനെ ചെയ്തെടുക്കുമ്പോൾ. ചിലവർ ചെയ്യുന്ന കാണാറുണ്ട്, മുട്ടയുടെ ആദ്യം മസാല കൂട്ടിയിട്ട് നമ്മൾ ചിക്കനൊക്കെ ചെയ്യുന്ന പോലെ പിന്നെ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുക. പക്ഷെ അതിനെക്കാട്ടിലും ടേസ്റ്റാണ് ഇങ്ങനെ ചെയ്യുമ്പോൾ. കാരണം നമ്മളെ കറിവേപ്പിലയുടെയും വെളുത്തുള്ളിയുടെയൊക്കെ നല്ലൊരു ഫ്ലേവർ ഇതിലേക്ക് ഇറങ്ങിയിട്ടുണ്ടാവും. വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. അപ്പോൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അതിൻ്റെ ഫീഡ്ബാക്ക്സ് കമൻ്റായിട്ട് അറിയിക്കാൻ മറക്കരുത്. മറ്റൊരു വീഡിയോയിലൂടെ കാണുന്നത് വരെ താങ്ക്സ് ഫോർ വാച്ചിങ് Minuzworld. അസ്സലാമു അലൈക്കും.